നമ്മുടെ എല്ലാം വാട്സപ്പിൽ അടിപൊളി ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് മുമ്പ്. ഇത് പലരും ഇതുവരെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അതായത് നമ്മുടെ വാട്സപ്പിൽ നിന്ന് മറ്റൊരാൾക്ക് വല്ല ഇമേജും അയച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഇമേജ് ഒരു അടിപൊളി ആനിമേഷൻ സ്റ്റൈലിൽ അയച്ചു കൊടുക്കാൻ സാധിക്കും. നമ്മൾ അയച്ചു കൊടുക്കുന്ന ആ വ്യക്തിക്ക് അതൊരു ആനിമേഷൻ സ്റ്റൈലിൽ തന്നെയാണ് കിട്ടുന്നത്. വളരെ അടിപൊളിയായിട്ടുള്ളൊരു അപ്ഡേറ്റാണ്. കുറേ മുമ്പ് തന്നെ ഉള്ള അപ്ഡേറ്റാണ്, പക്ഷേ ഓരോ അപ്ഡേറ്റുകളിൽ അത് വളരെ ഇമ്പ്രൂവ് ആയിട്ട് നല്ല ഫീച്ചറുകളൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് ഞാൻ എൻ്റെ വാട്സപ്പ് ഇവിടെ ഓപ്പൺ ആക്കി എൻ്റെ കോൺടാക്റ്റിലുള്ള ഒരാൾക്ക് ഞാനിവിടെ ഒരു ഇമേജ് ഇതുപോലെ ആനിമേഷൻ സ്റ്റൈലിൽ അയച്ചു കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് താഴെ ടൈപ്പ് ചെയ്യാനുള്ള മെസ്സേജ് ടൈപ്പ് ചെയ്യാനുള്ള സ്ഥലത്തുള്ള ഈ ആദ്യം കാണുന്ന ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വലത് ഭാഗത്ത് താഴെ AI ഇമേജ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ടെംപ്ലേറ്റ്സുകൾ കാണാം. ഓൾറെഡി ഈ ഒരു ഇമേജുകൾ നിങ്ങൾക്ക് ഇതുപോലെ ആനിമേഷൻ സ്റ്റൈലിൽ ആനിമേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അയച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഇതൊന്നും കാണിച്ചു തരുന്നില്ല. ഇപ്പോൾ ഗ്യാലറിയിലുള്ള ഫോട്ടോ ഇതുപോലെ അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും മുകളിലുള്ള എഡിറ്റ് ഫോട്ടോ എന്നുള്ള ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഗ്യാലറി ഓപ്പൺ ആവും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഫോട്ടോ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിവിടെ ഒരു ഇമേജ് സെലക്ട് ചെയ്യണം. ഇതിപ്പോൾ ഒരു സ്റ്റിൽ ഇമേജാണ്. ഇനി നമുക്കിതൊന്ന് ആനിമേറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു വ്യക്തിക്ക് അയച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ആനിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ മൂന്നാമത് കാണുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ആനിമേറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് ആനിമേഷൻ ആയിക്കോളും. ഓക്കെ, അപ്പോൾ നേരത്തെ സ്റ്റില്ലായിട്ടുന്ന ഇമേജ് ഇപ്പം ആനിമേഷൻ സ്റ്റൈലിലോട്ട് മാറിയിട്ടുണ്ട്. നമുക്കിത് സെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന ഒരു സെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ സെൻഡ് ആയിക്കോളും. ഇനി ഒരു ഇമേജ് അവർക്ക് ഇത് ആനിമേഷൻ സ്റ്റൈലിലായിരിക്കും കിട്ടുന്നത്. അതുപോലെ തന്നെ വേറെയും ചില ഓപ്ഷനുകളുണ്ട്, നമ്മൾ കാണിച്ചു തരാം. ഇവിടെ താഴെ എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇതിൽ എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ, ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒഴിവാക്കാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ച് ചെയ്യാനുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് ഇവിടെ എഴുതി കൊടുത്താൽ മതി. മലയാളത്തിൽ എഴുതിയാലും മതി. അപ്പോൾ അതുപോലെ ആ ഒരു ഇമേജ് നിങ്ങൾക്ക് കിട്ടും. എന്നിട്ട് നിങ്ങൾ ഒന്നുകൂടി അത് ആനിമേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് അയച്ചു കൊടുക്കാം. ഓക്കെ, ഞാനിവിടെ ഇപ്പോൾ കുട്ടിയുടെ കയ്യിലുള്ള ഫ്ലവർ വേസ് ഞാൻ ഒഴിവാക്കാൻ പറയാണ്. ഇത് എഴുതി കൊടുത്തിട്ട് ഒരു വലത് ഭാഗത്തുള്ള ജനറേറ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ നമുക്ക് ആ കുട്ടിയുടെ കയ്യിലുള്ള ഫ്ലവർ വേസ് കാണാൻ തന്നെ ഇല്ല. നിങ്ങൾ ഇവിടെ രണ്ടാമതൊരു ഓപ്ഷൻ കാണും, റീസ്റ്റൈൽ എന്നുള്ള ഓപ്ഷൻ. അതൊന്ന് സെലക്ട് ചെയ്താൽ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ഇമേജ് പല രീതിയിലേക്കും കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും. അപ്പോൾ ആദ്യം കാണുന്ന 3D ആ ഒരു പിക്ചറിലൊന്ന് ക്ലിക്ക് ചെയ്താൽ ഇപ്പോൾ നമ്മൾ ഈ കണ്ട ഇമേജ് ഒരു 3D സ്റ്റൈൽ, ഒരു കാർട്ടൂൺ സ്റ്റൈലിലേക്ക് മാറുന്നതാണ്. കണ്ടോ? അങ്ങനെ താഴെ കാണുന്ന ഓരോ പിക്ചറും സെലക്ട് ചെയ്താൽ ഓരോ രീതിയിലേക്കും ആ ഇമേജ് മാറുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഓപ്ഷൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനായിട്ട് ഏറ്റവും മുകളിലുള്ള ആ ടിക്ക് ചിഹ്നം ഒന്ന് ക്ലിക്ക് ചെയ്യുക. ചെയ്തതിന് ശേഷം ഈ ഒരു ഇമേജ് നിങ്ങൾ ആനിമേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആൾക്ക് അയച്ചു കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ആനിമേറ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യണം. നിങ്ങൾക്കത് സെൻഡ് ചെയ്യാവുന്നതാണ്.